പ്രിയ കൂട്ടുകാരെ, ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പ്രാക്ടിക്കൽ സ്പെഷ്യൽ 2 പ്രോഗ്രാമുകളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് ഞാനൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുകയാണ് ഡെസ്ക്ടോപ്പിൽ. നമ്മുടെ പ്രോഗ്രാമുകൾ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. പ്രാക്ടിക്കൽ എന്നുള്ള പേരിലാണ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ ജീനി ഓപ്പൺ ചെയ്യാം. ജീനി ഓപ്പൺ ആയിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ പ്രോഗ്രാം സേവ് ചെയ്യാം. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അൺടൈറ്റിൽഡ് ആണ് ഡിഫോൾട്ട് പേര് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പ്രോഗ്രാമിൽ ഒരു പേര് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കത് സേവ് ചെയ്യാം. ഫയലിൽ സേവേഴ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സേവ് ചെയ്യാനുള്ള വിൻഡോ തുറന്നു വരുന്നതാണ്. ഇവിടെ ഡെസ്ക് ടോപ്പിൽ നമ്മൾ പ്രാക്ടിക്കൽ എന്നുള്ള ഫോൾഡർ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നു. ഇനി നമുക്ക് അൺടൈറ്റിൽഡ് എന്നുള്ളതിന് പകരം നമ്മൾ ഉദ്ദേശിക്കുന്ന പേര് കൊടുക്കാം. ആദ്യത്തെ പ്രോഗ്രാം ഒരു നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്താൽ അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ 0 ആണോ എന്ന് ഔട്ട്പുട്ട് കിട്ടാനുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ നമുക്ക് അൺടൈറ്റിൽഡ് കളയാം. പോസിറ്റീവ് നെഗറ്റീവ് 0 എന്നാണ് ഉദ്ദേശിക്കുന്നത്. .cpp എന്നുള്ള എക്സ്റ്റൻഷൻ നിർബന്ധമായിട്ട് ചെറിയ അക്ഷരത്തിൽ കൊടുക്കണം. അപ്പോഴേ നമ്മുടെ പ്രോഗ്രാം CPP ഫയലായിട്ട് സേവ് ആവുകയുള്ളൂ. പ്രത്യേകത ശ്രദ്ധിക്കുക. നമുക്ക് എൻ്റർ ബട്ടൺ പ്രസ് ചെയ്തോ താഴെയുള്ള സേവിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ പ്രോഗ്രാം സേവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം സേവ് ആയിട്ടുണ്ട്. ഇവിടെ postnext0.cpp എന്നുള്ള പേരിലാണ് നമ്മുടെ പ്രോഗ്രാം സേവ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് തുടങ്ങാം. #include iostream using namespace std int main return 0. നമ്മുടെ പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പ്രോഗ്രാം പോസിറ്റീവാണോ നെഗറ്റീവാണോ 0 ആണോ ഒരു നമ്പർ എന്ന് പരിശോധിക്കാനുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ നമ്മൾ ആദ്യം കമ്പ്യൂട്ടറിലേക്ക് ഒരു നമ്പർ ഇൻപുട്ട് ചെയ്യണം. ഈ നമ്പർ 0-നേക്കാൾ വലിയ നമ്പറാണെങ്കിൽ അത് പോസിറ്റീവ് നമ്പറും 0-നേക്കാൾ ചെറിയ നമ്പറാണെങ്കിൽ അത് നെഗറ്റീവ് നമ്പറും ഇത് രണ്ടും അല്ലാത്ത അവസ്ഥയാണെങ്കിൽ അത് 0 ആയിരിക്കും. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു മെമ്മറി അഥവാ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. നം എന്നുള്ള പേരിലാണ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രത്യേകത നം എന്നുള്ള ഈ ഒരു മെമ്മറിയിൽ ഇൻറ്റീജർ വാല്യൂസ് പോയിൻ്റ് ഇല്ലാത്ത നമ്പറെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി നമുക്കൊരു ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചെയ്യാം. എൻ്റർ എ നമ്പർ. ഒരു ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്, അതായത് നമ്മൾ മോണിറ്റർ എൻ്റർ എ നമ്പർ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഒരു മെസ്സേജ് കാണിക്കണം. അപ്പോൾ നമ്മളൊരു നമ്പർ എൻ്റർ ചെയ്യും. CIN നമ്മൾ എൻ്റർ ചെയ്യുന്ന നമ്പർ നം എന്നുള്ള നമ്മൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു വേരിയബിൾ സ്റ്റോർ ചെയ്യണം. അപ്പോൾ കമ്പ്യൂട്ടറിന് ആവശ്യമായിട്ടുള്ള നമ്പർ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ നമ്പർ പോസിറ്റീവാണോ എന്ന് പരിശോധിക്കുകയാണ്. നമ്മുടെ നം എന്നുള്ള വേരിയബിളിലെ നമ്പർ 0-നേക്കാൾ വലുതാണെങ്കിൽ നമുക്ക് എന്ത് മെസ്സേജാണ് പ്രിൻ്റ് ചെയ്യേണ്ടത്? നമ്പർ പോസിറ്റീവാണ് എന്നുള്ള മെസ്സേജ് പ്രിൻ്റ് ചെയ്യേണ്ടതുണ്ട്. പോസിറ്റീവ് നമ്പർ അപ്പോൾ നമ്പർ നമ്മൾ എൻ്റർ ചെയ്ത നമ്പർ 0-നേക്കാൾ വലുതാണെങ്കിൽ പോസിറ്റീവ് നമ്പർ. ഇനി നമുക്ക് അടുത്ത ചെക്കിങ് ചെയ്യേണ്ടത് എൽസ് ഇഫ് അല്ലെങ്കിൽ ഇഫ് നമ്മുടെ നമ്പർ 0-നേക്കാൾ ചെറുതാണോ എന്നാണ് പരിശോധിക്കുന്നത്. 0-നേക്കാൾ ചെറുതാണെങ്കിൽ നമുക്ക് എന്ത് മെസ്സേജാണ്? നെഗറ്റീവ് നമ്പർ എന്നുള്ള മെസ്സേജ് പ്രിൻ്റ് ചെയ്യാം. നെഗറ്റീവ് നമ്പർ. ഇനി ഇത് രണ്ടും അല്ലെങ്കിൽ എൽസ്
0 എന്ന് മാത്രം നമുക്ക് പ്രിൻറ്റ് ചെയ്യാം. നമ്മുടെ പ്രോഗ്രാം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ പോസിറ്റീവ് നമ്പറാണോ നെഗറ്റീവ് നമ്പറാണോ 0 ആണെന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ആദ്യം അതിനായിട്ട് വേണ്ടത് നമ്മുടെ പ്രോഗ്രാം കമ്പൈൽ ചെയ്യാം. നമ്മുടെ പ്രോഗ്രാമിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ അതിപ്പോൾ ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നതാണ്. ഇല്ല എങ്കിൽ സക്സസ്ഫുള്ളി ഫിനിഷ്ഡ് എന്നുള്ള മെസ്സേജ് കാണിക്കുന്നതാണ്. കമ്പൈലേഷൻ ഫിനിഷ് ആയിട്ടുണ്ട്. പ്രോഗ്രാമിൽ മിസ്റ്റേക്കുകളൊന്നുമില്ല. ബിൽഡ് ചെയ്യാം. നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. നമ്മുടെ പ്രോഗ്രാമിനെ വർക്ക് ചെയ്യിപ്പിക്കുകയാണ്. എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാം എൻ്റർ എ നമ്പർ എന്നുള്ള നമ്മുടെ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് മോണിറ്ററിൽ ഡിസ്പ്ലേ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഞാൻ 5 എന്നുള്ള നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. എൻ്റർ ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് പരിശോധന കഴിഞ്ഞ് നമുക്ക് പോസിറ്റീവ് നമ്പറാണ് 5 എന്നുള്ളത് പോസിറ്റീവ് നമ്പറാണെന്നുള്ള മെസ്സേജ് വന്നിട്ടുണ്ട്. നമുക്ക് മറ്റൊരു നമ്പർ പരിശോധിച്ച് നോക്കാം. എൻ്റർ എ നമ്പർ ഞാൻ -7 എന്നുള്ള നമ്പറാണ് ഞാൻ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന നമ്പർ. എൻ്റർ ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്പർ നെഗറ്റീവ് ആണെന്നുള്ള മെസ്സേജ് വന്നിട്ടുണ്ട്. നമുക്കൊന്നും കൂടെ എക്സിക്യൂട്ട് ചെയ്യാം. എൻ്റെ നമ്പർ എന്നുള്ളടത്ത് ഞാൻ 0 എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. എൻ്റെ ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്പർ 0 ആണ് എന്നുള്ള മെസ്സേജ് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ ചെയ്തിട്ടുള്ള പ്രോഗ്രാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. പ്രിയമുള്ള കൂട്ടുകാരെ, ഇനി നമുക്ക് ഈ ഒരു പ്രോഗ്രാമിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് പരിശോധിക്കാം. ഓരോ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശ്രദ്ധിക്കുക. ഇൻറ്റ് നം. ഇതിൻ്റെ മീനിങ് എത്രയേ ഉള്ളൂ. നം എന്നുള്ള പേരിലൊരു വേരിയബിൾ അഥവാ ഒരു മെമ്മറി ക്രിയേറ്റ് ആവുന്നു. അതിൽ ഇൻറ്റീജർ വാല്യൂസ് പോയിൻ്റ് ഇല്ലാത്ത നമ്പറുകൾ മാത്രമേ സ്റ്റോർ ചെയ്യാൻ കഴിയുകയുള്ളൂ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് സി ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണിറ്ററാണ്. ശ്രദ്ധിക്കണം, മോണിറ്ററിന് പറയുന്ന പേരാണ് സി ഔട്ട്. മോണിറ്ററിൽ എന്ത് ഡിസ്പ്ലേ ചെയ്യണം? എൻ്റർ എ നമ്പർ എന്നുള്ള ഇതുവരെയുള്ള ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ എന്ത് കാര്യമാണ് എഴുതിയിട്ടുള്ളത് അത് അതുപോലെ മോണിറ്ററിൽ ഡിസ്പ്ലേ ചെയ്യുന്നു. അപ്പോൾ നമ്മളോട് കമ്പ്യൂട്ടർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, എൻ്റർ എ നമ്പർ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മളൊരു നമ്പർ കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്യും. നമ്മൾ നമ്പർ എൻ്റർ ചെയ്യുന്നത് കീബോർഡിലൂടെയാണ്. കീബോർഡിനെ പറയുന്ന പേരാണ് സി ഇൻ. കീബോർഡിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന നമ്പർ എവിടെ സ്റ്റോർ ആവും? നമ്മൾ മുകളിൽ തയ്യാറാക്കിയിട്ടുള്ള നം എന്നുള്ള ഈ മെമ്മറിയിൽ സ്റ്റോർ ആവുന്നു. അപ്പോൾ നമ്മുടെ ആ മെമ്മറിയിലേക്ക് ആ വേരിയബിളിലേക്ക് ഒരു നമ്പർ സ്റ്റോർ ആയിട്ടുണ്ട്. ആ സ്റ്റോർ ആയിട്ടുള്ള നമ്പർ പോസിറ്റീവാണോ നെഗറ്റീവാണോ 0 ആണോ പരിശോധിക്കുകയാണ് അടുത്ത സ്റ്റേറ്റ്മെൻറ്റുകൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ പരിശോധന നടക്കുകയാണ്. നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ള നമ്പർ 0നേക്കാൾ വലുതാണോ? നമുക്കറിയാം ഒരു സംഖ്യ 0നേക്കാൾ വലുതാണെങ്കിൽ അത് പോസിറ്റീവ് നമ്പർ ആയിരിക്കും. ഇത് ശരിയാണോ എന്ന് പരിശോധിക്കും. ശരിയാണെങ്കിൽ താഴെയുള്ള ഈ പോസിറ്റീവ് നമ്പർ എന്നുള്ള ഈ ഒരു മെസ്സേജ് നമ്മുടെ മോണിറ്ററിൽ ഡിസ്പ്ലേ ചെയ്യുന്നു. ഇനി ഇത് തെറ്റാണെന്നുണ്ടെങ്കിൽ അടുത്ത പരിശോധനയിലേക്ക് പോവുകയാണ്. എൽസ് അല്ലെങ്കിൽ ഇഫ് വീണ്ടും പരിശോധിക്കുകയാണ്. എന്ത്? നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ള നം എന്നുള്ള മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത വാല്യൂ 0നേക്കാൾ ചെറുതാണോ എന്ന് പരിശോധിക്കുന്നു. അപ്പോൾ 0നേക്കാൾ ചെറുതാണെങ്കിൽ നമുക്ക് എന്ത് ഡിസ്പ്ലേ ചെയ്യുന്നു? നമ്മുടെ മോണിറ്ററിൽ നെഗറ്റീവ് നമ്പർ എന്നുള്ള ഈ ഒരു ടേം ഈ ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യുന്നു. ഇനി പോസിറ്റീവ് അല്ല നമ്മൾ എൻ്റർ ചെയ്ത നമ്പർ, നെഗറ്റീവ് അല്ല നമ്മൾ എൻ്റർ ചെയ്ത നമ്പർ, എന്നാൽ ഇനി വീണ്ടും പരിശോധന നടത്തേണ്ടതില്ല. എൽസ് ഇതൊന്നും അല്ലെങ്കിൽ 0 ആണ് നമ്മൾ എൻ്റർ ചെയ്ത നമ്പർ എന്ന് ഡിസ്പ്ലേ ചെയ്യുന്നു. ഇതാണ് നമ്മുടെ പ്രോഗ്രാം. ഇത് ഞാനൊരു ചിത്രസഹിതം നിങ്ങൾക്കൊന്നും കൂടെ വ്യക്തമായിട്ട് കാണിച്ചു തരാം. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മെമ്മറി ക്രിയേറ്റ് ആവുകയാണ്. ഇതൊരു മെമ്മറിയാണെന്ന് സങ്കല്പിക്കുക. മെമ്മറിയുടെ പേര് നം എന്നാണ് മെമ്മറിയുടെ പേര്. ഇതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വർക്കിംഗ്. നം എന്നുള്ള പേരിൽ ഒരു മെമ്മറി ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. സി ഔട്ട് എന്ന മോണിറ്ററാണ്. അപ്പോൾ നമുക്കൊരു മോണിറ്ററിൻ്റെ ഒരു ഫിഗർ വരക്കാം. ഇതൊരു മോണിറ്ററാണെന്ന് സങ്കല്പിക്കുക. മോണിറ്ററിൽ എന്താ ഡിസ്പ്ലേ ചെയ്യേണ്ടത്? എൻ്റർ എ നമ്പർ എന്നുള്ളൊരു മെസ്സേജ് മോണിറ്ററിൽ ഡിസ്പ്ലേ ചെയ്യണം.
അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റർ എ നമ്പർ എന്നുള്ളൊരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, കമ്പ്യൂട്ടർ നമ്മളോട് എൻ്റർ എ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കീബോർഡിലൂടെ ഒരു നമ്പർ എൻ്റർ ചെയ്യുന്നു. കീബോർഡിലൂടെയാണ് എൻ്റർ ചെയ്യുന്നത്. ആ കീബോർഡിനെയാണ് സി എന്ന് പറയുന്നത്. കീബോർഡിലൂടെ എൻ്റർ ചെയ്ത നമ്പർ എവിടെ സ്റ്റോർ ആവും? ഞാൻ 5 എൻ്റർ ചെയ്തതെങ്കിൽ അത് നമ്മുടെ നം എന്നുള്ള ഈ മെമ്മറിയിൽ സ്റ്റോർ ആവുന്നു. ഇതാണ് ഇവിടെ നടക്കുന്ന പ്രോസസ്സ്. നം എന്നുള്ള മെമ്മറിയിൽ 5 സ്റ്റോർ ആവുന്നു. അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്ത നമ്പർ 5. ഇനി നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 എന്നുള്ള വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇനി നോക്കാം, നം എന്നുള്ളിടത്തൊക്കെ 5 ഇനി കിട്ടുന്നത് കേട്ടോ. ഇനി നോക്കാം, അടുത്ത ഫസ്റ്റ് ചെക്കിംഗ് ആണ്. നം ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് 5 ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ നമുക്കിവിടെ പരിശോധിക്കേണ്ടത് ഇത് ശരിയാണോ തെറ്റാണോ എന്നാണ്. നമുക്കറിയാം 5 ഗ്രേറ്റർ ദാൻ 5 വലുതാണ്, 0നേക്കാൾ വലുതാണ്. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ ഗ്രേറ്റർ ദാൻ സിമ്പിൾ ആ ഓപ്പൺ ചെയ്ത ഭാഗം, ആ ഭാഗത്ത് വലിയ സംഖ്യ വന്നാൽ ട്രൂ ആയിരിക്കും. അത് ട്രൂ ആണെങ്കിലേ തൊട്ട് താഴെയുള്ള വരി വർക്ക് ചെയ്യുകയുള്ളൂ. അപ്പോൾ അത് ട്രൂ ആണ്, ഇത് നമുക്ക് മനസ്സിലായി. ഓപ്പൺ ചെയ്ത ഭാഗത്തേക്ക് വലിയ സംഖ്യ വന്നത് 5 ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ഇത് ട്രൂ ആണെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മളെ കമ്പ്യൂട്ടറിൽ എന്ത് ഡിസ്പ്ലേ ആവും? നമ്മളെ കമ്പ്യൂട്ടറിൽ ഇത് ഒരു പോസിറ്റീവ് നമ്പറാണെന്ന് ഡിസ്പ്ലേ ആവും. പോസിറ്റീവ് നമ്പറാണ് എന്ന് ഡിസ്പ്ലേ ആവും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഈ ഒരു കണ്ടീഷൻ ട്രൂ ആണോ എന്ന് പരിശോധിക്കുന്നു. ഇത് ട്രൂ ആണെങ്കിൽ പോസിറ്റീവ് നമ്പർ ഡിസ്പ്ലേ ചെയ്യും. ഇനി ഇത് ട്രൂ അല്ലെങ്കിൽ നമ്മൾ -5 കൊടുത്തെങ്കിൽ ഇത് തെറ്റാവും, ഈ കണ്ടീഷൻ തെറ്റാവും. അപ്പോൾ നമ്മൾ അടുത്ത ചെക്കിങ്ങിലേക്ക് വരികയാണ്. അടുത്ത ചെക്കിങ്ങിൽ നമ്മൾ 0നേക്കാൾ ചെറുതാണോ ആ നമ്പർ എന്ന് പരിശോധിക്കുകയാണ്. അപ്പോൾ അത് -5 ആണെന്നുണ്ടെങ്കിൽ അത് ട്രൂ ആയിട്ടുണ്ടാവും. അപ്പോഴാണ് ഈ വരി വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ തൊട്ട് മുകളിലുള്ള കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ തൊട്ട് താഴെയുള്ള കണ്ടീഷൻ വർക്ക് ചെയ്യുള്ളൂ. ഇനി ഇത് രണ്ടും അല്ലാത്ത അവസരത്തിലാണ് നമുക്ക് 0 പ്രിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഇങ്ങനെ 1-2 പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ എല്ലാ പ്രോഗ്രാമിൻ്റെയും എക്സിക്യൂഷൻ മനസ്സിലാവുന്നതാണ്. ഇനി നമുക്ക് മറ്റൊരു പ്രോഗ്രാം കൂടെ ചെയ്യാം. 3 നമ്പറുകളിൽ ഏതാണ് വലിയ നമ്പർ എന്ന് കാണുന്നതിനുള്ള പ്രോഗ്രാമാണ് ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മൾ പുതിയ പ്രോഗ്രാം സേവ് ചെയ്യാം. പുതിയ പ്രോഗ്രാം ഫയലിൽ പോയിട്ട് ന്യൂ ഓപ്പൺ ചെയ്താൽ നമുക്ക് പുതിയ പേജ് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അത് സേവ് ചെയ്യാം. ഫയലിൽ സേവാസ് നേരത്തെ ഞാൻ ചെയ്ത പോലെ തന്നെയാണ് നമ്മുടെ ഡെസ്ക് ടോപ്പിൽ നമ്മുടെ പ്രാക്ടിക്കൽ എന്നുള്ള ഫോൾഡറിലാണ് സേവ് ചെയ്യുന്നത്. അൺടൈറ്റിൽഡ് കളഞ്ഞതിന് ശേഷം ലാർജ് നമ്പർ .cpp എന്നുള്ള എക്സ്റ്റൻഷൻ വെച്ച് ഞാൻ സേവ് ചെയ്യുകയാണ്. എൻ്റർ ബട്ടൺ പ്രസ് ചെയ്തോ താഴെയുള്ള സേവ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തോ നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. പ്രോഗ്രാം സേവ് ആയിട്ടുണ്ട്. ലാർജ് നമ്പർ .cpp. നമുക്ക് നമ്മുടെ പ്രോഗ്രാം ടൈപ്പ് ചെയ്യാം. #include iostream using namespace int main return 0 ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. നമ്മുടെ പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നേരത്തെ ഒരു നമ്പർ എൻ്റർ ചെയ്താൽ മതിയായിരുന്നു. ഇപ്പോൾ നമുക്ക് 3 നമ്പർ കമ്പ്യൂട്ടറിലേക്ക് എൻ്റർ ചെയ്യണം. അപ്പോൾ നമുക്ക് 3 വേരിയബിൾസ് ആവശ്യമാണ്. ഇൻറ്റ് A, B, C. അപ്പോൾ നമ്മൾ 3 നമ്പറുകളിൽ ഏതാണ് വലിയ നമ്പർ എന്ന് കാണുന്നതിനുള്ള പ്രോഗ്രാമാണ്. നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് cout enter 3 numbers. നമ്മുടെ മോണിറ്ററിൽ
എൻ്റർ 3 നമ്പേഴ്സ് ഉള്ള മെസ്സേജ് കാണുന്നു. അപ്പോൾ നമ്മൾ കീബോർഡിലൂടെ 3 നമ്പറുകൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. കീബോർഡിനെയാണ് സീൻ എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ എൻ്റർ ചെയ്യുന്ന നമ്പർ എ എന്നുള്ള മെമ്മറി സ്റ്റോർ ആവുന്നു. രണ്ടാമത് നമ്മൾ എൻ്റർ ചെയ്യുന്ന നമ്പർ ബി എന്നുള്ള മെമ്മറി സ്റ്റോർ ആവുന്നു. മൂന്നാമത് നമ്മൾ എൻ്റർ ചെയ്യുന്ന നമ്പർ സി എന്നുള്ള മെമ്മറി സ്റ്റോർ ആവുന്നു. ഇപ്പോൾ നമുക്ക് നമ്മളെ കമ്പ്യൂട്ടറിലേക്ക് 3 നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഏതാണ് വലുത് എന്ന് കണ്ടുപിടിക്കുന്നതിനുള്ള ചെക്കിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. ഈഫ് എ എന്നുള്ള നമ്പർ ബിനേക്കാൾ വലുതാണോ, അത് മാത്രമേ 2 ചെക്കിംഗ് ഇവിടെ നടക്കുന്നുണ്ട്. എ എന്നുള്ള നമ്പർ സിനേക്കാൾ വലുതാണോ, 2 ചെക്കിംഗ് ആണ്. ആദ്യം നമ്മൾ എൻ്റർ ചെയ്ത നമ്പർ രണ്ടാമത്തെ നമ്പറിനേക്കാൾ മൂന്നാമത്തെ നമ്പറിനേക്കാൾ വലുതാണ് എന്നുള്ളതാണ് ഈ ചെക്കിങ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം എന്ത്, ആദ്യത്തെ നമ്പറാണ് സി ഔട്ട്. ആദ്യത്തെ നമ്പറാണ് ഈസ് ലാർജ് നമ്പർ. ഫസ്റ്റത്തെ നമ്പറാണ് വലിയ നമ്പർ എന്നുള്ള മെസ്സേജ് നമുക്ക് പാസ് ചെയ്യാം. മെസ്സേജ് നമുക്ക് മോണിറ്ററിൽ ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. ഇനി ഇതല്ല, ആദ്യത്തെ നമ്പറല്ല വലുത്, നമുക്ക് അടുത്ത ചെക്കിങ് ചെയ്യാം. എൽസ് അതല്ലെങ്കിൽ അടുത്ത ചെക്കിങ് ആണ് ഈഫ് രണ്ടാമത്തെ നമ്പർ മൂന്നാമത്തെ നമ്പറിനേക്കാൾ വലുതാണോ എന്ന് പരിശോധിക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ നമ്പറാണ് വലുത് എങ്കിൽ നമുക്കത് മോണിറ്ററിൽ എന്താ കാണിക്കേണ്ടത്, ബി ആണ് വലിയ നമ്പർ എന്ന് കാണിക്കുന്നു. ബി ആണ് വലിയ നമ്പർ എന്ന് കാണിക്കുന്നു. ഇനി ഇത് രണ്ടും അല്ലെങ്കിലോ, ആദ്യത്തെ നമ്പറും രണ്ടാമത്തെ നമ്പറും അല്ല വലുതെങ്കിൽ പിന്നെ ഉറപ്പായിട്ട് മൂന്നാമത്തെ നമ്പർ ആയിരിക്കുമല്ലോ വലുത്. സി എന്നുള്ള മെമ്മറിത്തെ നമ്പറാണ് വലിയ നമ്പർ എന്ന് കാണിക്കുന്നു. ഇതാണ് നമ്മുടെ പ്രോഗ്രാം. നമുക്കിതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. നമ്മൾ പ്രോഗ്രാം കമ്പൈൽ ചെയ്യുന്നു. കമ്പൈലേഷൻ സക്സസ് ആയിട്ടുണ്ട്. പ്രോഗ്രാമിൽ എറേഴ്സ് ഒന്നുമില്ല. ബിൽഡ് ചെയ്യുന്നു. ബിൽഡിങ്ങും സക്സസ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. കമ്പ്യൂട്ടറിൽ എൻ്റർ 3 നമ്പേഴ്സ് എന്നുള്ള മെസ്സേജ് കാണിക്കുന്നുണ്ട്. എൻ്റർ 3 നമ്പേഴ്സ് കാണിക്കുന്നുണ്ട്. നമുക്ക് 3 നമ്പറുകൾ എൻ്റർ ചെയ്യാം. ഞാൻ ആദ്യം എൻ്റർ ചെയ്യുന്നത് 30 എന്നുള്ള നമ്പറാണ്. എൻ്റർ ബട്ടൺ പ്രസ് ചെയ്യുന്നു. രണ്ടാമത് ഞാൻ എൻ്റർ ചെയ്യുന്നത് 25 എന്നുള്ള നമ്പറാണ്. എൻ്റർ ബട്ടൺ പ്രസ് ചെയ്യുന്നു. മൂന്നാമത് ഞാൻ എൻ്റർ ചെയ്യുന്നത് 40 എന്നുള്ള നമ്പറാണ്. എന്താ സംഭവിക്കുന്നത് നോക്കാം. എൻ്റർ ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് 40 ലാർജസ്റ്റ് നമ്പർ എന്നുള്ള ലാർജ് നമ്പർ എന്നുള്ള മെസ്സേജ് നമുക്ക് മോണിറ്ററിൽ ഡിസ്പ്ലേ ആയിട്ട്, ഇത് എങ്ങനെ കൊടുത്താലും ഏറ്റവും വലിയ നമ്പർ ഇതാണെന്നുള്ളത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ എക്സിക്യൂഷൻ ഞാൻ ചിത്രസഹിതം കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ ഞാൻ ചിത്രസഹിതം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണ്. ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് 3 മെമ്മറികൾ ക്രിയേറ്റ് ആവുന്നു. ഈ മെമ്മറിക്ക് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഇവിടെ ABC എന്നാണ് കൊടുത്തിട്ടുള്ളത്. num1 num2 num3 n1 n2 n3 അങ്ങനെയൊക്കെ കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. അപ്പോൾ ഞാനത് 3 മെമ്മറി ക്രിയേറ്റ് ചെയ്യുകയാണ്. ഞാൻ ചിത്രസഹിതം 3 മെമ്മറികൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവയുടെ പേരുകളാണ്, ഫസ്റ്റ് മെമ്മറിയുടെ പേര് എ എന്നാണ്. രണ്ടാമത്തെ മെമ്മറിയുടെ പേര് ബി എന്നാണ്. അടുത്ത മെമ്മറി സി എന്നാണ്. 3 മെമ്മറികൾ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ
അടുത്ത വരി സി ഔട്ട് നമ്മുടെ മോണിറ്ററാണ് കാണിക്കുന്നത്. മോണിറ്ററാണെന്ന് സങ്കല്പിക്കുക. മോണിറ്റർ എൻ്റർ 3 നമ്പേഴ്സ് എന്നുള്ള മെസ്സേജാണ് ഇനി കാണിക്കാൻ പോകുന്നത്. എൻ്റർ 3 നമ്പേഴ്സ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്താൽ കിട്ടുന്നത് ഈ ഒരു മെസ്സേജ് മോട്ടർ കാണിക്കും. അപ്പോൾ നമ്മൾ കീബോർഡിലൂടെ 3 നമ്പറുകൾ എൻ്റർ ചെയ്യാൻ പോവുകയാണ്. ഞാൻ 30 എൻ്റർ ചെയ്യുകയാണെങ്കിൽ അത് എ എന്നുള്ള മെമ്മറി സ്റ്റോർ ആവും. 30 എൻ്റർ ചെയ്യുന്നു. ആ സമയത്ത് തന്നെ 30 എന്നുള്ള വാല്യൂ എ എന്നുള്ള മെമ്മറിയിൽ സ്റ്റോർ ആവുന്നു. രണ്ടാമത്തെ നമ്പർ 20 എൻ്റർ ചെയ്യുകയാണ്. അത് ആ സമയത്ത് തന്നെ ബി എന്നുള്ള മെമ്മറി സ്റ്റോർ ആവുന്നു. മൂന്നാമത്തെ നമ്പർ 40 എൻ്റർ ചെയ്യുന്നു. അപ്പോൾ തന്നെ അത് സി എന്നുള്ള മെമ്മറിയിൽ സ്റ്റോർ ആവുന്നു. ഇതാണ് ഇവിടെ നടക്കുന്ന പ്രോസസ്സ്. അപ്പോൾ ഇത്ര എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഇനി നമുക്ക് നോക്കാം, ചെക്കിങ് നോക്കാം. എ ഗ്രേറ്റർ ദാൻ ബി. എ എന്ന് പറഞ്ഞാൽ 30, ബി പറഞ്ഞാൽ 20, സി പറഞ്ഞാൽ 40. അപ്പോൾ ശ്രദ്ധിക്കുക, എ ഗ്രേറ്റർ ദാൻ ബി. ആദ്യത്തെ നമ്പർ, ഈ നമ്പർ 30 എന്നുള്ള നമ്പർ രണ്ടാമത്തെ നമ്പറിനേക്കാൾ വലുതാണോ എന്ന് പരിശോധിക്കുന്നു. കൂടാതെ എ ഗ്രേറ്റർ ദാൻ സി, 30 എന്ന നമ്പർ മൂന്നാമത്തെ നമ്പറിനേക്കാൾ വലുതാണോ എന്ന് പരിശോധിക്കുന്നു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ഈ 2 ചെക്കിങ്ങും ശരിയാവണം. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ചെക്കിങ് റെഡിയാണ്. എ എന്നുള്ള നമ്പർ 30, 20നേക്കാൾ വലുതാണ്. പക്ഷേ എ എന്നുള്ള നമ്പർ സി 40നേക്കാൾ വലുതല്ല. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഈ ഒരു കണ്ടീഷൻ ഇവിടെ തെറ്റിപ്പോയിട്ടുണ്ട്. അപ്പോൾ തൊട്ട് താഴെ ഈ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യുകയില്ല. പ്രത്യേകം ശ്രദ്ധിക്കാം, ഈ നമ്പർ, ഈ ഒരു കണ്ടീഷൻ തെറ്റിപ്പോയി കഴിഞ്ഞാൽ അടുത്ത കണ്ടീഷൻ പരിശോധിക്കുകയാണ് പിന്നെ ചെയ്യുന്നത്. അതായത് ബി ഗ്രേറ്റർ ദാൻ സി എന്നുള്ള ഈ ഒരു കണ്ടീഷൻ പരിശോധിക്കുന്നു. അപ്പോൾ ബി ഗ്രേറ്റർ ദാൻ സി നമുക്ക് പരിശോധിച്ച് നോക്കാം. 20 എന്നുള്ള നമ്പർ 40നേക്കാൾ വലുതാണ്. ആ ഒരു കണ്ടീഷനും തെറ്റിപ്പോയിട്ടുണ്ട്. ഈ ഒരു കണ്ടീഷൻ തെറ്റിപ്പോയാൽ അടുത്തത് ഇതാ തൊട്ട് താഴെ വരി വർക്ക് ചെയ്യില്ല. അടുത്ത എൽസിൽ പോയിട്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം സി എന്നുള്ള മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 എന്നുള്ള വാല്യൂയാണ് വലുത്. സി ഈസ് ദ ലാർജസ്റ്റ് നമ്പർ, 40 ഈസ് ലാർജസ്റ്റ് നമ്പർ എന്നുള്ള മെസ്സേജാണ് നമുക്ക് മോട്ടറിൽ കാണിക്കുന്നത്. ഇനി ശ്രദ്ധിക്കുക, ഈ ആദ്യത്തെ ഈ ഒരു കണ്ടീഷൻ തന്നെ എ ഗ്രേറ്റർ ദാൻ ബി, എ ഗ്രേറ്റർ ദാൻ സി എന്നുള്ള ഈ ഒരു കണ്ടീഷൻ തന്നെ ട്രൂ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ട് താഴെയുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റാണ് വർക്ക് ചെയ്തിരുന്നത്. ഇനി ഇത് തെറ്റാണ്, ഈ കണ്ടീഷൻ പരിശോധിക്കുന്നത് ശരിയാണെങ്കിൽ തൊട്ട് താഴെയുള്ള ബി ഈസ് ലാർജ് നമ്പർ എന്നുള്ള ഈ ഒരു വരിയാണ് വർക്ക് ചെയ്തിരുന്നത്. ഇത് രണ്ടും കണ്ടീഷൻ തെറ്റായത് കാരണമാണ് മൂന്നാമത്തെ വരി വർക്ക് ചെയ്തത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന നമ്പറുകൾ വലുതും ചെറുതുമാണതിനെ അടിസ്ഥാനമാക്കിയിട്ട് ഏറ്റവും വലിയ നമ്പർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ വർക്കിംഗ്. നിങ്ങൾക്ക് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുകയാണ്.